നമസ്കാരം. KCB ജനപക്ഷം 2026 നാടിന്റെ ശബ്ദം നേരിട്ട് ജനങ്ങളിലേക്ക് എന്ന പരിപാടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുന്നേക്കാടാണ്. നമുക്ക് ഇവിടുത്തെ ആളുടെ അഭിപ്രായങ്ങൾ നോക്കാം. ചേട്ടാ നമസ്കാരം. ഇത് KCB ജനപക്ഷം നാടിന്റെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയാണ്. എങ്ങനെ പോകുന്നു ഇലക്ഷൻ കാര്യങ്ങൾ? നല്ല ചൂടോടെ പോകുന്നുണ്ട്. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്? വെള്ളം ഒരു ഭയങ്കര പ്രശ്നമാണ്. പിന്നെ വഴിയൊക്കെ വേറെ കുറെ ഉണ്ട്, എന്നാലും ഒരു കാര്യങ്ങളും നടക്കണമെന്നില്ല. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? അത്യാവശ്യം വേണ്ടത് മെയിൻ ആയിട്ടുള്ള വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു വീടുകളിലും വെള്ളം എത്തുന്നില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. ചേട്ടന്റെ അഭിപ്രായത്തിൽ ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് വരാനുള്ളത്? വികസനം നല്ല വികസനമാണ് അന്വൻ ചെയ്തേക്കുന്നത്. കുറച്ച് കാര്യങ്ങളും ചെയ്യാണ്ട് ഈ ആനയുടെ ഇത് അത് ഭയങ്കര ആണല്ലേ, അങ്ങനത്തെ ഇതുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ ഒന്നും ചെയ്യണ്ടേ. ആന ഭീഷണിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അത് ഇവര് ഒരു തീരുമാനവും ഇല്ല ഇതുവരെ. അതാണ് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ജനങ്ങൾക്ക് എന്തുപോലെ ആൾക്കാരെ ഇട്ടിറങ്ങി പോണേ. ഇത് ആരും മുഖം തിരിക്കണേ, ഈ സർക്കാർ മുഖം തിരിക്കണില്ല. അതിനകത്ത് അതിനൊരു തീരുമാനം വരണ്ടേ. എന്തെങ്കിലും ഒന്നുമില്ല, അതാണ്. വേറെ ആനയും ജയിക്കണം, നമ്മുടെ വികസനം നടക്കണം. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 പരിപാടിയാണ്. എങ്ങനെ പോകുന്നു ഇലക്ഷൻ ചൂടുകളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മൊത്തത്തിൽ ചൂടാണല്ലേ? അനൗൺസ്മെന്റ് ആയി, അന്തരീക്ഷം മൊത്തം ചൂട്, അങ്ങനെയൊക്കെയാണ്. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് ഈ പഞ്ചായത്തിൽ ചെയ്യാനുള്ളത്? ഈ പഞ്ചായത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. പ്രധാനമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ, അല്ലാണ്ട് മൊത്തത്തിൽ പറയാൻ ഞാൻ ആളല്ല. മൊത്തത്തിലുള്ള പ്രശ്നങ്ങളിലല്ല, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? എൻ്റെ പേര് താഴെ പോകാതിരിക്കുക, ഈ കുരങ്ങന്മാർ ചാടി അങ്ങോട്ടും. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് പട്ടയം കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ പട്ടയം കിട്ടിയിട്ടുണ്ട്, അത് രജിസ്റ്റർ ചെയ്തില്ല. എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ കൂലിപ്പണിക്കാരനാണ്. പിന്നെ ആക്സിഡൻറ്റ് അതൊക്കെ പോട്ടെ, അതിനെപ്പറ്റി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ തട്ടിമുട്ടി അങ്ങ് പോവാണ്. ഈ ഓട്ടോറിക്ഷ മേടിച്ച് ജീവിച്ചു. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 ഇലക്ഷൻ മൊത്തം ചൂടോടെ പോവുകയാണല്ലേ? ആണ്. എങ്ങനെയുണ്ട്? ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വരാനുള്ളത്? ഈ അത്യാവശ്യമായിട്ടുള്ള വികസനം എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. ഇവിടെയാണെങ്കിൽ വലിയ സംരക്ഷണം ഒന്നുമില്ല. എൻ്റെ ശല്യം ദിവസവും ഇതിനൊക്കെ നിവാരണം വേണം. അതൊക്കെയാണ് ആവശ്യം കൂടുതൽ. അടിസ്ഥാനപരമായിട്ട് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അത്യാവശ്യം ഇപ്പോൾ ഈ വനപ്രദേശത്ത് ഇതാ അത്യാവശ്യം. അതാണ് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഓക്കെ ആയില്ല. ഇനി പിന്നെ കുടിവെള്ളമുണ്ട്, പല കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. അത്യാവശ്യമായിട്ട് നടക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആനശല്യം ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾക്ക് ഇവിടെ പേടിച്ച് ഞങ്ങളുടെ ജീവന് പേടിച്ച് ഞങ്ങളിവിടെ കിടക്കണേ. ഒന്നത്. രണ്ടാമത് ഞങ്ങൾക്ക് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് അത്യാവശ്യം. ഒന്നത്. ഈ എന്നാ കരിയെന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തോരം വിഷമിച്ച് അവിടെ ഓരോ കടകളിക്കട ചോദിച്ച് കയറ്റി വിടുന്നറിയാം. മെയിനായിട്ട് ഞങ്ങൾക്ക് റോഡും നന്നാക്കണം. ഈ നാട് ഞങ്ങൾക്ക് നന്നാവണം, നന്നാക്കി ഞങ്ങൾക്ക് തന്നെ. അത്രയും ഒരു ആഗ്രഹം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് പേടിക്കാണ്ട് ഇതിൽ നടക്കണം. ഏറ്റവും കൂടുതൽ ശല്യം ഞങ്ങൾക്ക് ആനശല്യം. ഈ വനത്തിൻ്റെ അരുവഴിയും ഞങ്ങൾ കിടക്കണം. സന്ധ്യ കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഒരു പള്ളി പോയിച്ച സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് പോരാൻ പാടില്ല. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾക്ക് അത് തീർത്ത് തന്നെ. അങ്ങനെ തരാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തു തന്നാൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾക്ക് അതിനോട് ആഗ്രഹമുള്ളൂ. ഞങ്ങൾക്ക് വേറെ സമ്പാദ്യം മുതലോ ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇത് മാത്രം, ഞങ്ങളുടെ നാട് നന്നാവണം, അത്രയും മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് നടത്തിത്താം, അതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. മെയിനായിട്ട് ഞങ്ങൾക്ക് ആനശല്യം കുറച്ച് തന്നെ മർദ്ദിക്കണം, തീർക്കണം. അത് തീർത്ത് ഞങ്ങൾക്ക് ഈ 4 വരി പാത നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്ത് തരണം. നമസ്കാരം. KCB ജനപക്ഷം 2026 നാടിന്റെ ശബ്ദം നേരിട്ട് ജനങ്ങളിലേക്ക് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് കുട്ടുമ്പുഴയിലാണ്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 പരിപാടിയാണ്. എങ്ങനെ പോകുന്നു ഇവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ? വികസന കാര്യങ്ങൾ ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. നല്ല റോഡ് വന്നു. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്? ഈ മാറ്റങ്ങൾ ഇനിയിപ്പോൾ എന്താണ് വേണ്ടത്? ഇവിടെ പൂയംകുട്ടിയിൽ പാലം പറയുന്നുണ്ട്, ആനക്കയത്ത് പാലമുണ്ട്. ഇവിടെ തൊട്ട് താഴെ ഒരു പാലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. 10 വർഷമായിട്ട് MLA ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ല. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി, അടിസ്ഥാനപരമായി എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ വേണ്ടത്?
വികസന കാര്യങ്ങൾ എന്തൊക്കെ വേണം? ഇവിടെ ശരിക്കും വികസനം നല്ലൊരു ഞങ്ങളുടെ ഒരു പാലം കടത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു ഇതാണ്. വേറെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? അപ്പോൾ ഇവിടെ മലയോര മേഖലയിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. പാവപ്പെട്ട ഒത്തിരി പേരുണ്ട്. വിദ്യാഭ്യാസം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അതൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഓക്കെ. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 എന്നാണ്. ഇനി എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നാട്ടിലേക്ക്? ഇവിടെയാണോ? കുട്ടമ്പുഴയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ച് കുറേ പാലങ്ങളില്ല, പിന്നെ കുറേ വഴികൾ റെഡി ആവാനുണ്ട്. നമുക്ക് അങ്ങോട്ട് മൂന്നാറിന് പോകുന്ന വഴികൾ റെഡി ആവുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇനി ഇവിടെ വരാനുണ്ട്. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പോടെ അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ചേട്ടൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഇനി വേണ്ട സൗകര്യം? തന്നെ ആഗ്രഹം. വഴിയൊന്നുമില്ല, പിന്നെ ഞങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യം അങ്ങനെ കിടക്കണം. രാത്രി കിടന്നുറങ്ങാൻ പോലും പറ്റില്ല. കൃഷി ചെയ്താൽ ഒന്നും കിട്ടില്ല. പറമ്പുണ്ട്, പക്ഷെ പറമ്പിൽ നിന്ന് ആദായമൊന്നുമില്ല. നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ അവർ 2-3 ഏക്കർ സ്ഥലമുണ്ട്, അപ്പോൾ ലക്ഷങ്ങളുണ്ടെന്നും പറഞ്ഞ് വരുമാനം തരും. നമ്മുടെ പറമ്പിലൊന്നുമില്ല. പറമ്പ് കാലിയായിട്ട് കിടക്കുക. അതെ, കാട്ടുമൃഗശല്യങ്ങളുടെ വലിയൊരു ഭീഷണിയാണ്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 എന്നാണ്. കുട്ടമ്പുഴയ്ക്ക് ഇനി അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട ഒരു വികസന കാര്യം, ഒരു പദ്ധതി എന്താ ഉള്ളത്? എല്ലാം രാജപാത തുറക്കണം, അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ വികസനങ്ങളെ ധാരാളം ചെയ്യാൻ കിടപ്പുണ്ട്, അത് ചെയ്യണം. അല്ലെങ്കിൽ വിളാവന പാലം, പൂയംകുട്ടി പാലം, അങ്ങനെയുള്ള ഒരുപാട് വികസനങ്ങൾ നടക്കാനുണ്ട്. നോക്കിയാലെല്ലാം ഒത്തിരി നടക്കാനുണ്ട്. ഇനിയും ചെയ്യണം. ചേച്ചിയുടെ അഭിപ്രായത്തിൽ? എനിക്കും ഈ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം ഇനിയും വികസന കാര്യങ്ങൾ നടക്കാനുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. KCB ജനപക്ഷം 2026 എന്നാണ്. കുട്ടമ്പുഴയെ സംബന്ധിച്ച് ഇനി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വികസനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് നേരവാടിന് ഇവിടെ ഇല്ല. ഇതിൻ്റെ ആരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ലോഡ് ഓവറാണെന്നും പറഞ്ഞുകൊണ്ടാണ്. ഇടമലയാറിൽ നിന്ന് നേരിട്ട് ആനക്കഴം വഴി ഇതിൻ്റെ ഇത് വന്ന് നിൽപ്പുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഇതിൻ്റെ ഇവിടെ അവരുടെ പെർമിഷൻ മാത്രം കിട്ടിയാൽ മതി. അതിൻ്റെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ അങ്ങോട്ട് കിട്ടിയാൽ മതി കറണ്ട് ഇവിടെ വരാൻ. ഇവിടുത്തെ നേതാക്കന്മാരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 എന്നാണ് ചാനലിലാണ്. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമ്മുടെ കുട്ടമ്പുഴയ്ക്ക് ചെയ്തു തരേണ്ടുള്ളത്? ചേട്ടനെല്ലാം പറഞ്ഞു. വികസനം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വികസനങ്ങൾ ഇവിടെ കിടക്കാണ്. ഇവിടെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് നല്ലൊരു സ്പോട്ടായി കുട്ടമ്പുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഒത്തിരി പരിപാടികൾ, വികസനങ്ങൾ വരാനുള്ള ഏരിയയാണ്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഇവിടെ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേറെ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ? പിന്നെ വന്യജീവികളുടെ ശല്യം ഇവിടെ ദൂഷ്യമാണ്. ഇഷ്ടംപോലെ വന്യജീവികളുടെ ശല്യം. അതിന് ഫെൻസിങ്ങിൻ്റെ പരിപാടി നല്ല രീതിയിൽ നടത്തുവാണെങ്കിൽ ഇവിടെ ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ലൊരു ഏരിയ ആണിത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം ആന മാത്രമല്ല, ആനയും വന്യമൃഗങ്ങൾ, കുരങ്ങ്, അങ്ങനെ പല മൃഗങ്ങളും ഉണ്ട്. എല്ലാ മൃഗങ്ങളുടെയും ശല്യമുണ്ട്. മനുഷ്യജീവന് ദോഷമായിട്ടുണ്ടോ അതോ കൃഷി നശിക്കും അങ്ങനെ എന്തെങ്കിലും? കൃഷി മനുഷ്യനെയും പേടിപ്പിക്കുന്ന മൃഗങ്ങളുണ്ട്. ആനയൊക്കെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗമാണ് ആന. ആനയെ പേടിച്ചാണ് കുറേ ആളുകൾ നേരെ സന്ധ്യ ആവുമ്പോഴേക്കും ടൗണിൽ വിട്ട് കയറി പോകും, അവർ വീട്ടിൽ കയറി പോകും. പിന്നെ ടൗണിൽ ആളുണ്ടാവില്ല. അങ്ങനെ പ്രശ്നമുള്ള ഏരിയ ആണ്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 എന്നാണ്. ഇനി എന്തൊക്കെ പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ഈ നാടിന് വേണ്ടി ചെയ്തു കിട്ടാനുള്ളത്? വികസന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കണത് ബ്ലാവന പാലം, പൂയംകുട്ടി പാലം, ഇവിടെ ആനക്കയം പാലം, ഇതെല്ലാം പറഞ്ഞിട്ട് പോയതാണ്. ഒന്നും ചെയ്തത് കണ്ടില്ല. ഇതുവരെ നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ്. കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. പിന്നെ ഈ ഇഞ്ചത്തൊട്ടി, നമ്മുടെ പുന്നക്കാട്, തട്ടേക്കാട്, വഴിവിളക്ക്, ഇതൊന്നും ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമുള്ള കേസുകൾ അതല്ല. 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് പോയതാണ്. ഇതുമായിട്ടൊന്നും ചെയ്തില്ല, ഇതുവരെ നടന്നിട്ടില്ല. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ വേറെ എന്തൊക്കെ എന്തെങ്കിലും വികസന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നടക്കാനുണ്ടോ? വികസന കാര്യം ആയൊക്കെ പറഞ്ഞ പോലെ തന്നെ ബ്ലാവന പാലം, പൂയംകുട്ടി പാലം, പിന്നെ വഴിവിളക്കിൻ്റെ ഇത്, ഉരുളന്തണ്ണി വഴി ഇതുവരെയായിട്ടും ഇത് ചെയ്തിട്ടില്ല, ടാറിങ് ചെയ്തിട്ടില്ല. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 നിന്നാണ്. KCB ജനപക്ഷം 2026. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? ഇലക്ഷനൊക്കെ എങ്ങനെ പോകുന്നു? നല്ല ചൂടോടെ പോകുന്നുണ്ടോ? ഇലക്ഷനൊക്കെ നല്ല ചൂടോടെ പോകുന്നു, നന്നായി പോകുന്നു. പക്ഷെ ഇവിടെ
ആന്റണി ജോണി ജയിക്കുള്ളൂ. കാരണം എന്താ അറിയാമോ, 2 പ്രാവശ്യം ജയിച്ചു. സാധാരണ ഒത്തിരി UDF ഒത്തിരി MLA-മാരും MP-മാരും ഉണ്ടായി. ഇതുവരെ ഒരു വികസന പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ ഒരു ബോർഡില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. മാവേലി വരുന്നവരെ വല്ലപ്പോഴും വരും പോകും, അങ്ങനെയാണ്. അതേ സമയത്ത് ഇത് വളരെ ക്ലിയറായിട്ട് ആരും പറയേണ്ട, വളരെ എളിമയും വിനയവും ഉണ്ട്. ആര് പാവപ്പെട്ടവർ പറഞ്ഞാൽ അത് കേൾക്കും. കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, ഇനി എന്തെങ്കിലും വികസന കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടോ? വികസനം നടത്താനാണ് ഒരുപാട് വികസനങ്ങളുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. കുട്ടമ്പുഴയെ സംബന്ധിച്ച് ഇനി അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടമ്പുഴയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒന്നും നടക്കാനിരിക്കണം. എല്ലാം പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്. KCB ജനപക്ഷം 2026 നാളെ കുട്ടമ്പുഴയ്ക്ക് ഇനി അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് വരേണ്ടത്? ഒരു സൗകര്യം നിലവിൽ വന്നിട്ടില്ല. കുട്ടമ്പുഴയിൽ നിലവിൽ ഇപ്പോൾ MLA-യുടെ ഭാഗത്തുനിന്ന് ഒരു സൗകര്യങ്ങളും നിലവിൽ വന്നിട്ടില്ല. ഇനി എന്തൊക്കെ തന്നെ എടുത്തു പറയാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന്? ആലുവ മൂന്നാർ റോഡാണ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി ആലുവ മൂന്നാർ റോഡാണ്. ആലുവ മൂന്നാർ റോഡിനെ പറ്റി 10 വർഷം ഇരുന്ന MLA ഇരുന്നിട്ടും ഒരു ശബ്ദം പോലും നിയമസഭയിൽ ഉച്ചരിച്ചില്ല. വന്യമൃഗശല്യം 6-7 പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. യാതൊരുവിധ സ്വതന്ത്ര നടപടികളും MLA-യുടെ ഭാഗത്തുണ്ടായിട്ടില്ല. ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 20 ലക്ഷം വെച്ച് ഫെൻസിങ് ഇട്ടതല്ലാതെ യാതൊരു നടപടികളും ഈ MLA-യുടെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്? അതുപോലെ ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യം ഞങ്ങളെ സംബന്ധിച്ച് ആലുവ മൂന്നാർ റോഡ് ഞങ്ങൾക്ക് തുറക്കുക. ഞങ്ങൾക്ക് ടൂറിസമായി ഡെവലപ്പ് ചെയ്ത് ഞങ്ങളുടെ ഈ ഹിൽ ഏരിയയിലേക്ക് ടൂറിസമായി ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവരിക. അതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ. അച്ഛാ നമസ്കാരം. KCB ജനപക്ഷം 2026 നാളെ ഇരുന്ന് കുഴപ്പമില്ല. എങ്ങനെയാണ് കുട്ടമ്പുഴയിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ ഇനി എന്തൊക്കെ സൗകര്യങ്ങളാണ് കുട്ടമ്പുഴയ്ക്ക് വേണ്ടത്? കുട്ടമ്പുഴയ്ക്ക് വേണ്ടത് നമുക്ക് ഇവിടെ മൂത്രപ്പരയില്ല, എല്ലാവരും കുട്ടികളുടെ സ്ഥലമാണ്. അപ്പൊ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പിന്നെ കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, പിന്നെ ഒരു വിഷയവുമില്ല. പറയത്തൊക്കെ സുഖാണോ? ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് ഭയങ്കര ചൂട്. ഇലക്ഷൻ ചൂടാണോ മൊത്തത്തിൽ അന്തരീക്ഷത്തിൽ? രണ്ടുമുണ്ട്. 2 ചൂട് പിടിച്ച് പോകുന്നുണ്ടോ? എന്തൊക്കെയാണ് കുട്ടമ്പുഴയ്ക്ക് എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ വേണ്ടത് പലതും ഉണ്ട്. അത് ചിലതൊക്കെ ചിലർ പറഞ്ഞുകൊണ്ട് പോകുന്നു, ചിലർ ചെയ്തെന്ന് പറയുന്നു, പക്ഷെ കാണുന്നില്ല. വികസനത്തിന്റെ പേരിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? അത്യാവശ്യമായിട്ട് നമുക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത്യാവശ്യമായിട്ട് ഇപ്പം നടത്തിക്കേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ പല മാറ്റങ്ങളും വരാനുണ്ട് നിലവിൽ. അത് എല്ലാം ഒന്നും ഇപ്പം പറഞ്ഞില്ലെങ്കിലും മൊത്തത്തിൽ ഇതുണ്ട്. ഓക്കെ ചേട്ടാ നമസ്കാരം. ഇവിടെ ഓട്ടമുള്ള ആളാണോ? കുട്ടമ്പുഴക്കാരനാണോ? ഇനി എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് കുട്ടമ്പുഴയ്ക്ക് വേണ്ടത്? കുട്ടമ്പുഴയ്ക്ക് നമ്മുടെ മണിയണഞ്ചാലൊരു പാലം അത്യാവശ്യമാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതാണ് മെയിനായിട്ട് അത്യാവശ്യമുള്ളത്, മെയിനായിട്ട് വേണ്ടത്. ചേച്ചി നമസ്കാരം. KCB ജനപക്ഷത്തിൽ നിന്നാണ്. കുട്ടമ്പുഴയ്ക്ക് ഇനി എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ? വികസനം നല്ലൊരു ഹോസ്പിറ്റലില്ല, ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം അതാണ്. പിന്നെ ഈ പറഞ്ഞ ഈ കുടികളിൽ നിന്ന് വരുന്ന ആൾക്കാരെല്ലാം അധികം ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ടോയ്ലറ്റ്, പൊതു ടോയ്ലറ്റ് അതില്ല. ഇത് രണ്ടാണ് അത്യാവശ്യമായിട്ട് മെയിനായിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് വേണ്ടത്. ഓക്കെ ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 നാണ്. എങ്ങനെ പോകുന്നു ഇലക്ഷൻ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ? എന്താണ് കുട്ടമ്പുഴയ്ക്ക് ഇനി അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ട വന്യജീവി സംരക്ഷണമാണ്. വേറെ പിന്നെ റോഡ് വഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 നാണ്. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമ്മുടെ കുട്ടമ്പുഴയ്ക്ക് വേണ്ടത്? കുട്ടമ്പുഴയ്ക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യമാണ്. അത് ശക്തമായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ഭീഷണി. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പഴയ ആലുവ മൂന്നാർ റോഡ് അതാണ് സാക്ഷാത്കരിക്കേണ്ടത്. അതും സാക്ഷാത്കരിക്കണം. വേറെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം 100% ഓക്കെയാണ്. എല്ലാം 100% ഒന്നും ആയിട്ടില്ല. പട്ടയ പ്രശ്നങ്ങളുണ്ട്, റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പല ആദിവാസി മേഖലയിലെ വികസനങ്ങൾ ഒത്തിരി നടക്കാനുണ്ട്. ചേട്ടാ നമസ്കാരം. KCB ചാനലിൽ നിന്നാണ്. ജനപക്ഷം 2026 എങ്ങനെ പോകുന്നു ഇലക്ഷൻ? തർക്കമായിട്ടാണ് പോകുന്നത്.
വികസന കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കാര്യം ആന്റണി ജോണാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്? നമുക്ക് ചെയ്യാനുള്ള ഇനി ആലുവ മൂന്നാർ റോഡ് ഞങ്ങൾ തുറന്നു കിട്ടും. ഞങ്ങൾക്ക് ആണ് ഏറ്റവും അത്യാവശ്യം. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു ഈ ടൂറിസത്തിൻ്റെതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. തന്നെയാണെങ്കിലും അത്യാവശ്യമാണത്. ബാക്കി എല്ലാ കാര്യങ്ങളും ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം ഓക്കെയാണ്. ആളും കൊള്ളാം. ചേച്ചി നമസ്കാരം. KCB ജനപക്ഷം 2026 എന്നാണ്. ഇനി എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് കുട്ടമ്പഴയ്ക്ക് നമുക്ക് വേണ്ടത്? ചേച്ചിയുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നിലവിൽ? ഇനി അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ വേണോ? എല്ലാം ഓക്കെയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഇനി എന്തെങ്കിലും വികസന കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടോ? വികസനം വേണം എന്ന് പറയുമ്പോൾ പ്ലാവിന് പാലും ഇല്ല. അതൊരു വികസനമല്ല. അവിടെ വണ്ടി യാത്രക്കാർ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇക്കരെ നിൽക്കുവാണ്. അതൊരു വികസനമല്ലേ? പാലം തരാം എന്നൊരു മണിക്കൂറും ദിവസം വർഷങ്ങളായി ഇതാണ് പാലും ഇല്ല. അത് പാലം തരുവാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. അക്കരെ കിടക്കുന്ന ആളുകൾക്ക് ഒരു ഉപയോഗമായിരുന്നു, കിട്ടുമായിരുന്നു. അതുപോലെ ഇടതുദോഷം ചെയ്യണമെന്നാണ് അഭിപ്രായം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം 100% ഓക്കെയാണോ? 100% ഓക്കെ അല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ ഓക്കെയാണ്. ഇപ്പം യുദ്ധം കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാത്തിനും ക്ഷാമല്ലേ, ഒക്കെയുള്ളൂ പറയാൻ. ഓക്കെ ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷത്തിൽ നിന്നാണ്. എന്തൊക്കെയാണ് ഒരു കുട്ടമ്പഴയ്ക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട വികസന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടമ്പഴയ്ക്ക് ഇനിയിപ്പോൾ അത്യാവശ്യം തന്നെ വികസനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം ഇടവഴി കൂടി റോഡുകളൊക്കെ ആനക്കടം കുട്ടമ്പഴ റോഡുണ്ട്, ഉള്ളന്നി റോഡുണ്ട്, മാമനക്കടം റോഡുണ്ട്. ഇതൊക്കെയാണ് വേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും 100% ആയിട്ടുണ്ട്. ഓക്കെയാണ്. ഇനി ഡയമണ്ട് ആണ് താരം. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. നവംബർ 17 മുതൽ നമ്മുടെ ചേച്ചി ഗോൾഡിൽ ഒരു ഡയമണ്ടിന്റെ മെഗാ എക്സ്ചേഞ്ച് മേള നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഏത് കടയിൽ നിന്നെടുത്തതും കാർഡ് നഷ്ടപ്പെട്ടതുമായ ഡയമണ്ട് ആഭരണങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈൻസിലുള്ള ബ്യൂട്ടിഫുൾ ഡയമണ്ട് ആഭരണങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ്. അതും BBS EF ക്വാളിറ്റിയിലുള്ള നാച്ചുറൽ ഡയമണ്ട്സ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഡയമണ്ട് അല്ലേ താരം? JJ Golden Diamonds. Trust is a thing to be experienced. എന്താ കൺഫ്യൂഷൻ? ഫോൺ മേടിക്കുമ്പോ റാം ആണോ പ്രോസസർ ആണോ നോക്കേണ്ടത്? ആദ്യം വേണ്ടത് ഓക്സിജൻ ആണ്. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ ആവശ്യങ്ങൾക്കും ഒരു എക്സ്പെർട്ട്. ഗ്രേറ്റ് ബ്രാൻഡ്സ്, അമേസിംഗ് ഓഫേഴ്സ്, എക്സ്പെർട്ട് സർവീസ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഇടിച്ചു കയറാം എഡ്യൂക്കേഷന്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിങ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള GTech സെന്ററുമായി ബന്ധപ്പെടുക. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും വെറൈറ്റി മോഡൽ അലമാരകളും ടേബിളും കമ്പനി വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഏത് വലിപ്പത്തിലും നിർമ്മിച്ചു തരുന്നതാണ്. 30ലധികം അലമാരകളുടെ വിവിധ ശേഖരണമായ ശക്തി എഞ്ചിനീയറിംഗ് വർക്ക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശക്തി സ്റ്റീൽ ഫർണിച്ചർ, അലമാര ആൻഡ് ടേബിൾ കമ്പനി, ചെറുവട്ടൂർ 314 ജംഗ്ഷൻ, കോതമംഗലം. ഫോൺ 04852549 ശക്തി സ്റ്റീൽ ഫർണിച്ചർ. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. ഉത്തരമാറ്റ പരിശുദ്ധിയോടെ 30 വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറിയിൽ
3 നിലകളിലായി ഏറ്റവും പുതിയ ഡിസൈനുകളിലെ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 2026 ഏപ്രിൽ 25 വരെയുള്ള അരപ്പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1ാം സമ്മാനം ഒരു ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ, 2ാം സമ്മാനം സോണി LED TV, 3ാം സമ്മാനം സാംസങ് സ്മാർട്ട് ഫോൺ. 2 ഗ്രാം മുതലുള്ള പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറി, PO ജംഗ്ഷൻ, കോതമംഗലം. ടിയാനയിൽ ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി കളക്ഷൻസ്. 18 ക്യാരറ്റ് ചെയിൻസ്, 22 ക്യാരറ്റ് നെക്ലേസ്, വലിയവർക്ക് ഉപയോഗിക്കാവുന്ന 1 ഗ്രാമിന്റെ മോതിരങ്ങൾ, 1/2 ഗ്രാമിന്റെ സെക്കൻഡ് സ്റ്റഡുകൾ, 1 ഗ്രാമിന്റെ മാലകൾ, 2 ഗ്രാമിന്റെ വളകൾ. ടിയാന എന്നും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് മികച്ച ക്വാളിറ്റി നിലനിർത്തുന്നതിനാൽ ഇവിടെ നിന്നും വാങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയോ പാർട്ടി വെയർ ആയോ ഉപയോഗിക്കാം. ടിയാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കോതമംഗലം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പരിശുദ്ധ. മനം കൊതിക്കുന്ന സ്വർണഗീതികൾ, ആരും മോഹിക്കുന്ന സ്വർണാഭരണ വിസ്മയങ്ങൾ. പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത വിവാഹാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്. എന്നിലെ അഴകിനെ തൊട്ടുണർത്തുന്ന സ്വർണ വിസ്മയങ്ങൾ. ഏറ്റവും പുതിയ ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. പരിശുദ്ധിയുടെ പത്തരമാറ്റ തങ്കത്തിളക്കം. Classic and traditional collections. ആരും അണിയാൻ കൊതിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ യുണീക് കളക്ഷൻസ്. വിശ്വസ്തയുടെ 75 വർഷങ്ങൾ. ജോയൽ ഗോൾഡ് പാലസ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കോതമംഗലം. സ്വർണം പണയം വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്വർണത്തിന്റെ മൂല്യത്തിനൊത്ത പണം ലഭിക്കുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞ പലിശ മാത്രമേ വാങ്ങുന്നുള്ളൂ? നിങ്ങളുടെ സ്വർണം അവിടെ സുരക്ഷിതമാണോ? കമ്പനിക്ക് വിശ്വസ്തതയുണ്ടോ? എങ്കിൽ ധൈര്യമായി ക്യാപിറ്റൽ ഫിൻസർവിലേക്ക് ചെല്ലൂ. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം. നിങ്ങളുടെ അകത്തളങ്ങൾ അതിമനോഹരമാക്കുവാൻ 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇറ ഫർണിച്ചേഴ്സിന്റെ ഹൈടെക് ഫാക്ടറി. സ്വന്തം തടിമില്ലിൽ സീസണിംഗ് ചെയ്ത് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾക്ക് 20 വർഷത്തെ ഗ്യാരണ്ടിയും ഇറ നൽകുന്നു. മോഡുലാർ ഇന്റീരിയർ വുഡൻ ഫർണിച്ചറുകൾ ആൻഡ് സോഫാസ് ഒറ്റ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ഇറ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആക്കുവാൻ എറമ്പത്ത് ഇറ ഫർണിച്ചർ. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, MC റോഡ്, കൂത്താട്ടുകുളം, കോളേജ് റോഡ്, കോട്ടപ്പടി. മോളുടെ കല്യാണത്തിന് ഒരു ചോക്കർ വേണം. അപ്പം നമ്മൾ സാധാരണ നല്ല ഹെവി ആയിട്ടുള്ളതാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും കൂടെ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്? അതിന് പെയറിംഗ് കൺസെപ്റ്റിൽ വരുന്ന കുറച്ച് നെക്ലേസസ് ഉണ്ട്, അത് നമുക്കൊന്ന് കണ്ടാൽ. സത്യമാണാ നീതി നാഥ
ജഹാൻ ജ്വല്ലേഴ്സ്, ഓപ്പോസിറ്റ് KCB, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കോതമംഗലം. എവിടെ ചോദിച്ചിരുവാ. ചേച്ചി നമസ്കാരം. KCB ജനപക്ഷം 2026 എങ്ങനെ പോകുന്നു ഇലക്ഷൻ? ഇലക്ഷൻ വർക്ക് നല്ല ചൂടിലാണ് 3 പാർട്ടി, അകത്തും പുറത്തും എല്ലാം ചൂടാണല്ലേ? എല്ലാം ചൂട്. കുട്ടമ്പുഴയെ സംബന്ധിച്ചുള്ള ഇനി എന്തൊക്കെയാ വികസന കാര്യങ്ങൾ? കുട്ടമ്പുഴ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടുതലും മൃഗശല്യാണ്. അതിന്റെ ഓരോ ഭാഗങ്ങൾ ക്ലിയറാക്കി കൊണ്ടുവരുന്നുണ്ട് പഴയ മന്ത്രി MLA. അപ്പൊ അതിനോട് തന്നെ അനുബന്ധിച്ച് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്? വന്യമൃഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാം ഓക്കെയാണ്? വലിയ കുഴപ്പമില്ല. പറഞ്ഞു ചേച്ചി, മാസ്ക് കുത്തിച്ച് പറ്റിട്ട് പറഞ്ഞു. MLA ആണെങ്കിൽ ഒരു പൂവപ്പാറയുടെ ഒരു ശകലം ഭാഗം മാത്രമേ ഇറത്തിട്ട് വെച്ചേക്കണം. അങ്ങോട്ട് ഇറത്ത് നീട്ടിയിട്ടില്ല. അതേസമയം വടാട്ടുപാറയ്ക്ക് MLA ഇറത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഭയങ്കര പ്രശ്നമാണ്. പിന്നെ കുരങ്ങ ഇതിനെയൊക്കെ ഒന്ന് ഓടിക്കാൻ പോലും പാടില്ല. കല്ലെറിയാൻ പറ്റുമോ? മൃഗങ്ങളെ കൊല്ലാൻ പറ്റുമോ? അതൊക്കെ വലിയ പ്രശ്നങ്ങളാണല്ലേ? പ്രശ്നം പിന്നെയല്ലേ ജീവിക്കാൻ എത്ര കിലോ കൊക്ക കിട്ടുന്നത്? ഇതൊക്കെ ഓരോ മനുഷ്യനും ഭയങ്കര തേങ്ങ കിട്ടണുണ്ടോ? ഭയങ്കര പ്രശ്നം തന്നെയാണ്. ചേച്ചി നമസ്കാരം. KCB ജനപക്ഷം 2026 എങ്ങനെ പോകുന്നു ഇലക്ഷൻ കാര്യങ്ങളെല്ലാം? മൊത്തം ചൂടിലാണല്ലേ? ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് കുട്ടമ്പുഴയ്ക്ക് വേണ്ടത്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നില്ലേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ലാണ്ട് പോണു. എല്ലാ കാര്യങ്ങളും 100% ഓക്കെയാണ്. ഓക്കെ. ചേച്ചി നമസ്കാരം. KCB ജനപക്ഷം 2026 കുട്ടമ്പുഴക്കാരിയല്ലേ? അല്ല, നിങ്ങൾ ആരും ഇവിടെ തയ്യാറല്ല. ചേട്ടാ, KCB ജനപക്ഷം 2026 എങ്ങനെ പോകുന്നു ചൂട് കാര്യങ്ങളൊക്കെ? ചൂട് നല്ല ചൂടല്ലേ? നല്ല ചൂടാണ്, മൊത്തത്തെ ചൂടാണ്. മൊത്തത്തിൽ ആ ചൂടാണ്. ഇലക്ഷൻ്റെ ഇത് എല്ലാം കൂടി ചൂട് ഭയങ്കര ചൂടാണ്. ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ ചൂട് നല്ല ചൂടാണ് ഇവിടെ. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് കുട്ടമ്പുഴയ്ക്ക് വേണ്ടത്? കുട്ടമ്പുഴ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഴയ ആലുവ മൂന്നാർ റോഡ് തുറക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള സാധാരണ കാര്യങ്ങളുണ്ടല്ലോ, അത് കാലകാലങ്ങൾ നടത്തുക. ഇതാണ് മെയിനായിട്ടുള്ള സംഭവം. നമ്മുടെ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് ആലുവ മൂന്നാർ പഴയ ഓൾഡ് റോഡ് തുറക്കാന്നുള്ളത്, പുനഃസ്ഥാപിക്കണം. ബാക്കിയുള്ള വികസന കാര്യങ്ങളെല്ലാം 100% ഒക്കെയാണ്. ബാക്കി 100% എന്ന് പറയാൻ പറ്റില്ലല്ലോ. 100% പറഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ വരാനുണ്ട്. അതൊക്കെ കാലകാലങ്ങളായിട്ട് നടക്കേണ്ട കാര്യങ്ങളല്ലോ. റോഡുകളും പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതൊക്കെ വരാനുണ്ട്. അതാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. ഓക്കെ, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ? എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ടൂറിസത്തിന് നല്ല സാധ്യതകളുള്ള പ്രദേശമാണ്. അത് മാറി വരുന്ന സർക്കാരുകൾ അത് ഫലപ്രദമായി നടപ്പാക്കുന്നില്ല, അതാണ് മെയിൻ കേസ്. പിന്നെ പല റോഡുകളും വികസിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ മാമലക്കണ്ടത്ത് പോകുന്ന മൂന്നാറിൽ പോകുന്ന റോഡുകൾ, ഉരുളന്തണ്ണി കൂടി പോകുന്ന റോഡുകൾ വികസിപ്പിക്കേണ്ട അനിവാര്യമാണ്. ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങളുണ്ട്, അത് നീക്കി പുനഃസ്ഥാപിക്കേണ്ട ആവശ്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? വലിയ കുഴപ്പമില്ലാന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്? നമുക്ക് റോഡ്, വഴി, വെള്ളം, വെളിച്ചം ഇതെല്ലാം ആവശ്യമുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത്യാവശ്യപ്പെട്ട കാര്യങ്ങളോ വഴി, വെള്ളം, റോഡ് കാര്യങ്ങളൊക്കെയാണ്. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 എങ്ങനെ പോകുന്നു ഇലക്ഷൻ ചൂടുകളൊക്കെ? ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ ചെയ്യാനുള്ളത് കുട്ടമ്പുഴയ്ക്ക്? കുട്ടമ്പുഴയ്ക്ക് വേണ്ടി എങ്ങനെ ചോദിച്ചാൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാത്തതായിട്ട് ഇവർ ചെയ്ത് കിടപ്പുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ്. ടൂറിസത്തിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതാണ് അത്യാവശ്യം. എന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങൾ വന്നു പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ കുട്ടമ്പുഴ ഇവിടെ വന്ന് ഇറങ്ങി കാണാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ബോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും പഞ്ചായത്തിൻ്റെതായ രീതിയിൽ ചെയ്ത് കുറച്ചും കൂടെ വികസനം ഉണ്ടാക്കണം. അതാണ് ആഗ്രഹം. നല്ല രീതിയിൽ പഞ്ചായത്ത് നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ആവണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. ഇവിടെ ആണല്ലേ മൊത്തം? എന്താണ് പറഞ്ഞോ? ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് കുട്ടമ്പുഴയ്ക്ക്? കുട്ടമ്പുഴയ്ക്ക് നമ്മുടെ വികസന കാര്യങ്ങൾ അത്യാവശ്യം നല്ല റോഡൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഇവിടെ വികസനം ഉണ്ടാകണമെങ്കിൽ ഇനി നമ്മുടെ ആലുവ മൂന്നാർ റോഡ് ഇതിൽ തെളിയണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് കുട്ടമ്പുഴ വികസിക്കുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ആനശല്യം കാരണം ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം തട്ടേക്കാട് കീരമ്പാറ ഭാഗത്തേക്ക് താമസം മാറി. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വേറെ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ ആലുവ മൂന്നാർ റോഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് മേഖലയായിട്ട്
ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളോ ബിസിനസ്സോ ഒക്കെ നടത്തിയെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ചേട്ടന് ഓടി രക്ഷപ്പെടണം. ചേട്ടാ നമസ്കാരം. KCB ജനപക്ഷം 2026 എന്നാണ്. എങ്ങനെ പോകുന്നു ഇലക്ഷൻ ചൂടുകൾ? അകത്തും പുറത്തും മൊത്തം ചൂടാണല്ലേ. ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് നമുക്ക് കുട്ടമ്പുഴയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത്? ആനയുടെ പ്രശ്നം തന്നെയല്ലേ പ്രശ്നമുണ്ട്. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഇവിടെ ഈ ബ്ലാവന പാലങ്ങള് അപ്പം അതിനെന്തെങ്കിലും പരിഹാരങ്ങളൊന്നും വരാത്തതാണോ? പറച്ചിൽ മാത്രമേ ഉള്ളൂ. പറച്ചിൽ മാത്രം. ഓക്കെ ചേട്ടാ, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇനി എന്തൊക്കെ വികസന കാര്യങ്ങളാണ് വരാനുള്ളത് കുട്ടമ്പുഴയ്ക്ക്? കുട്ടമ്പുഴയ്ക്ക് ആലമൂന്ന റോഡ് കൊടുക്കും. ആദ്യത്തെ കാര്യമാണ് രാജപാത. അത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. ഏറ്റവും പ്രയോറിറ്റി അതിനാ. ഇവിടെയുള്ള ജനമൊക്കെ അക്കരയ്ക്ക് പോവുക. ആനയും കുതിരയൊക്കെ പേടിച്ചു. ഇവിടെ ജനം വസിക്കണമെങ്കിൽ ഇവിടെ ഇത് വേണം, ഡെവലപ്മെന്റ്. അതിലോ പറയാനോ? എങ്ങനെ എന്തൊക്കെയാണ് വികസന കാര്യങ്ങൾ ഇനി വരാനുള്ളത്? ഇവിടെ അങ്ങനെ റോഡൊന്നും വികസിക്കാണ്ട് അങ്ങനെ റോഡ് മൂന്നാറ് റോഡ് പിന്നെ ആലുവ മൂന്നാറ് റോഡ് വികസിക്കാനുണ്ട്. വികസനമൊക്കെ ഉണ്ട് കുറെ. കുറ്റങ്ങളല്ലല്ലോ. ഈ ആലുവ മൂന്നാർ റോഡ് തുറക്കണം. അതാണ് മെയിൻ. ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് അടച്ചു കൂട്ടേണ്ടി വരും ഏതാനും വർഷത്തിനുള്ളിൽ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. അത് മാത്രമേ ഉള്ളൂ പറയാൻ. നമ്മുടെ ഈ ആദിവാസി കോളനികളിൽ ഇന്ന് പന്തപ്പറയിൽ വന്ന് താമസിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അത് ചുമ്മാ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി സൈഡിലും പ്ലാസ്റ്റിക് കെട്ട് പകലും കിടക്കാൻ പറ്റത്തില്ല, രാത്രിയും കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ ചൂട് ചെയ്യുന്ന അതൊന്നും 10 കൊല്ലമായിട്ട് ഈ പറഞ്ഞ MLA ഒന്നും കണ്ടിട്ടില്ല. 10 കൊല്ലം കൊണ്ട് പുള്ളിയുടെ ഒരു 25 പാലം നിന്നുണ്ട്. ഒരു പാലവും യാഥാർത്ഥ്യമായിട്ടില്ല. ഒന്ന് ഇഞ്ചത്തൊട്ടി പാലം, ഇഞ്ചത്തൊട്ടി പാലമറ്റം പാലം, കുട്ടമ്പുഴ ആനക്കയം പാലം, ബംഗ്ലാവുങ്കയം പാലം, ബ്ലാവന കല്ലേലുമേട് പാലം, മണികണ്ണിജാൽ ചപ്പാത്തിന് വർഷാവർഷങ്ങളിൽ വെള്ളം പോകുമ്പോൾ അവിടെ ഉയരം കൂട്ടിയിട്ടൊരു പാലം. അത്രയും പാലങ്ങൾ ഓരോ ബജറ്റിലും ഏതാണ്ട് 10 കൊല്ലമായിട്ട് 5 തവണ പുള്ളി ഫണ്ട് വെച്ചിട്ടുണ്ട് കോടികളാണ്. ഇതുവരെ ഒരു പാലവും ഉണ്ടായിട്ടില്ല. പിന്നെ കല്ലേലുമേട്ടിലുള്ള ആദിവാസികൾ അവർക്ക് അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ വർഷക്കാലത്ത് യാതൊരു സാധ്യതയുമില്ല. പിന്നെ കല്ലേലുമേട്ടിലേക്ക് പിന്നെ വൈദ്യുതി പോയിട്ടുണ്ട്. കല്ലേലുമേട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് വൈദ്യുതി കടന്നു പോകുന്നത്. പക്ഷേ അവിടുത്തെ നാട്ടുകാർക്ക് ഇതുവരെ വൈദ്യുതി കിട്ടിയിട്ടില്ല. ആദിവാസി കോളനികൾക്ക് വൈദ്യുതി പോയിട്ടുണ്ട്. പക്ഷേ മണ്ണിനടിയിലൂടെ കേബിൾ വിളിച്ചാണ് പോയിരിക്കുന്നത്. ഇതുവരെ അവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ജനറൽ സെക്ടറിലുള്ള ജനങ്ങൾക്ക് ഇതുവരെ വൈദ്യുതി കിട്ടിയിട്ടില്ല. പിന്നെ വേണ്ടത് നമുക്കിവിടെ കാർഷിക മേഖലയിൽ മുഴുവൻ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മനുഷ്യർ രൂക്ഷമാണ്. വന്യമൃഗശല്യം ജീവിക്കാനൊരു നിർവാഹമില്ല. ഇവിടുന്ന് ഒരു 10-20 കൊല്ലം കൊണ്ട് ഒരു 500 കുടുംബങ്ങളിലധികം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റും വീട് ഉപേക്ഷിച്ചും കടന്നു പോയിട്ടുണ്ട്. പൂയംകുട്ടി തണ്ടയിൽ തന്നെ ഒരു 19 കുടുംബങ്ങൾ പോയിട്ടുണ്ട്. ഞാനിവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു 95-2000. 2005-2010 പഞ്ചായത്ത് മെമ്പറായിരുന്നു കല്ലേലുമേട് വാർഡിൻ്റെ. ആ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. ഈ 10 വർഷം കൊണ്ട് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്നും നിരവധിയായ കുടുംബങ്ങൾ പലായനം ചെയ്തിരിക്കുകയാണ് കന്യമൃഗശല്യം കൊണ്ട് മാത്രം. പിന്നെ നമ്മുടെ തട്ടേക്കാട്ടിക്കരയാണെന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടികൾക്കും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ കിട്ടത്തില്ല. കല്യാണം എന്ന് പറഞ്ഞ സംഭവം തട്ടേക്കാട്ടിക്കര നടക്കത്തില്ല. ഇവിടെ നിന്നുള്ള പെങ്കൊച്ചുങ്ങളെയൊക്കെ കെട്ടിക്കൊണ്ടു പോയിക്കോളും, ഒരു കുഴപ്പമില്ല. പെങ്കൊച്ചുങ്ങളെ കല്യാണം ഈസിയായിട്ടാണ്. പൊന്നുപോലെ പെൺകൊച്ചുങ്ങളെ കെട്ടിക്കൊണ്ടുപോകും. പക്ഷെ ആൺകുട്ടികൾക്ക് 100 കണക്കിന് ആൺകുട്ടികൾ വിവാഹം കഴിക്കാതെ ഒരു കുടുംബജീവിതമില്ലാതെ 10, 40, 35 വർഷമായി 35 വർഷമായിട്ട് 35 വയസ്സായ കുട്ടികളൊക്കെ അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ മറ്റേ മോശമായ അവസ്ഥയിലേക്ക് വരുന്നത്. കാരണം നിരാശയുടെ പടുകുഴിയിലായി അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവരിങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തട്ടേക്കാട്ടിക്കര എല്ലാ മേഖലയിലും ഇതൊക്കെ തന്നെയാണ്. യാതൊരു ജോലിയുമില്ല. പഠിച്ചാലോ വിദ്യാഭ്യാസം നടത്തിയാൽ കുട്ടികൾക്ക് ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ല. പിൻവാതിലൂടെയുള്ള നിയമനങ്ങളിലൂടെ മറ്റുള്ളവരെയൊക്കെ യാതൊരു അർഹതയില്ലാത്തവരെ ഡെയിലി വേജസിൽ കുറേ നാൾ ജോലി ചെയ്യുന്ന ആളുകളെ പിടിച്ച് അവർ സ്ഥിരം ചെയ്ത് നിയമനം നടത്തിക്കൊണ്ട് ഒന്നാം റാങ്ക് കിട്ടുന്നവരെ പോലും ജോലിക്കെടുക്കാത്ത ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളൂ. വിലക്കയറ്റം കൊണ്ട് മനുഷ്യൻ രൂക്ഷമായിരിക്കുകയാണ്. പട്ടിണി കൊണ്ട് മനുഷ്യരുടെ കെടുകാരി ഭയങ്കര കെടുതിയിലാണ്. കാരണം കാർഷിക മേഖല മൂലം ഒരു കൊക്കോ പറിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തേങ്ങ, അണ്ണാനും കുരങ്ങും മറ്റുള്ള മൃഗങ്ങളും. ആന, എൻ്റെ വീട്ടിൽ 2-3 ദിവസം ആന കയറി.
ഒരു 2 മാസം മുമ്പ് എൻ്റെ വീട്ടിൽ കയറി ആന കയറി കക്കൂസിൻ്റെ ടാങ്കിൻ്റെ മുകളിൽ ചവിട്ടി ടാങ്കിൻ്റെ സ്ലാബ് ഒടിഞ്ഞ് താഴത്തേക്ക് പോയി. ആന ഏതായാലും വേണ്ടില്ല, അതുകൊണ്ട് നമ്മുടെ കക്കൂസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു വണ്ടിക്കോട്ട് ആന കുത്തി. പിന്നെ വീടിൻ്റെ ഞാൻ രാവിലെ എണിച്ച് നോക്കുമ്പോൾ ഈ കെട്ടത്തോളം പൊക്കമുള്ള 2 ആന, ഒന്ന് ഔട്ട് ഹൗസിലും ഒന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുവാണ്. വാഷിംഗ് മെഷീൻ ഔട്ട് ഹൗസിൽ അടങ്ങും, അതൊക്കെ ചവിട്ടി പൊടിച്ചു കളഞ്ഞു. അങ്ങനെ 1000 രൂപയുടെ നഷ്ടം. അത് 3 തവണ കയറി ഞങ്ങളുടെ വീട്ടിലാണ്. പൂയംകുട്ടിയുടെ വീട് പ്ലാവനയ്ക്ക് ഇപ്പറയായിട്ട് രൂക്ഷമാണ്. ഇവിടുത്തെ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ അതിന് വേണ്ട നടപടികൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ച് വിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ ഒരു സാധനം മേടിക്കാമില്ല. ഇവിടെയൊക്കെ ഈ സമയങ്ങളിലൊക്കെ ക്യൂ ആയിട്ട് നിന്ന് ആളുകൾ സാധനം മേടിച്ചിരുന്ന കടയാണിത്. വെറും നിർജ്ജീവമായ അവസ്ഥയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. തുടങ്ങിക്കോ. ഇതൊന്നും നടന്നിട്ടില്ല ഇവിടെ. ഒരു വികസന പ്രവർത്തനം ഒരു പാർട്ടിയിലും നടന്നിട്ടില്ല. നിങ്ങൾ തട്ടേക്കാട് വഴിയാണോ? തട്ടേക്കാട് പുന്നേക്കാട് അവിടെ ഒരു 2 കിലോമീറ്റർ വനം കണ്ടായിരുന്നു. വനം, ആ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾക്കാർക്ക് പകലോ രാത്രിയോ ഒരു യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടികളെ കണ്ടോ ഒരു ആശുപത്രി പറഞ്ഞ ആരും പറഞ്ഞില്ല. അവിടെ ആ വഴിക്ക് ആന ഇറങ്ങിയില്ല. അവിടെ ഒരു ഡേറ്റ് പോലുമില്ല, വാച്ചർമാർ പോലുമില്ല. പിന്നെ എന്താ അവിടെ വികസനം നടന്നു പറയുന്നത്? അവിടെ ആരാണ് ഇവിടെ വികസനം നടത്തുന്ന ആൾക്കാർ? എല്ലാ പാർട്ടിയും ഇവിടെ വികസനം നടത്തിയതാണ് പറയുന്നത്. ഒരു കുട്ടീനെ ഞങ്ങൾ ഒരു ആശുപത്രി പോകാൻ ഒരു നിവൃത്തിയില്ലാത്ത, അവർ പോയി വീട്ടിൽ എത്തുന്നത് വരെ നമുക്ക് യാതൊരു ഉറപ്പുമില്ല അവർ തിരിച്ചെത്തുന്നു. ആ രീതിയിലാണ് 10 വർഷം നടന്നിട്ട് എന്താണ് ഇവിടെ വികസനം നടന്നത്? 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ, ആ 2 കിലോമീറ്റർ ഒരു വൈദ്യുതി ഇരിക്കാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ എന്താണ് വികസനം എന്ന് പറയുന്നത്? ഇത് ഈ സ്ഥലത്തിന് വേറെ അറിയാം. ഇതിൻ്റെ അതിർത്തി ഈ പഞ്ചായത്തിൻ്റെ തമിഴ്നാടിൻ്റെ ബോർഡാണ് ഈ പഞ്ചായത്തിൻ്റെ അതിർത്തി. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പടലി കയറുമ്പോൾ ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അവിടെ 1-2 പാലം തീർത്താൽ നേരെ ഒരു കൂടി വരണ്ട. പിന്നെ എന്നാണ് വികസനം? എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ വരുമ്പോൾ എല്ലാവരും വികസനം എന്ന് പറഞ്ഞു. ഇവിടെ വികസനം നടന്നായിട്ട് എനിക്കൊരു ഇരിക്കില്ല. KCB ജനപക്ഷം 2026 എപ്പിസോഡ് ഇന്ന് കുട്ടമ്പുഴയിൽ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു സ്ഥലമായി നമുക്ക് വീണ്ടും കാണാം.